ഈ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സംഭവിച്ചു അതിനെ അംഗീകരിക്കുക. പലപ്പോഴും നമ്മൾ ഒളിച്ചോടാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നടന്നിട്ടേയില്ല, അതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് അങ്ങ് കരുതിക്കോ. ഒരിക്കലും നമ്മളുടെ മനസ്സത് അംഗീകരിക്കത്തില്ല. സംഭവിച്ചത് തന്നെയാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞത് കേട്ടതാണ്, അതായത് കൊലപാതകത്തെക്കാൾ ക്രൂരമാണ് ബലാത്സംഗം എന്നുള്ളത്. കാരണം അത് അത്രത്തോളം നമുക്ക് ഒരു നിസാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം അത്രത്തോളം ട്രോമയാണ് ലൈഫ് ലോങ് ആ വ്യക്തി അനുഭവിക്കുന്നത്. നമ്മൾ തെറപ്പിക്കൊക്കെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു ഫേസ് അതാണ്. പലരും പറയും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ഇത് പുറത്തോട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പറയും അത് പ്രോപ്പറായിട്ടുള്ളൊരു വെൻഡിങ് മെത്തേഡ് അല്ല, അവർ സപ്രസ് ചെയ്ത് വെച്ച്. ഈ ഒരു അവയർനെസ് നമ്മുടെ വിക്ടിംസിന് കൊടുക്കണം. സമൂഹം ഇപ്പോഴും കുറേയൊക്കെ മെയിൽ ഡോമിനേറ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ചിത്രം തന്നെയാണത് കാണിക്കുന്നത്. നമ്മളുടെ ഇവിടെയും ഇന്ത്യയിലും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, മീ ടു എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റ് എന്ത് ചെയ്യേ, എവിടെയാണിപ്പോൾ? പലപ്പോഴും ഇതുപോലെ ഞാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജ്മെൻറ്റ് വായിച്ചതാണ്. അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് 2 ദിവസം എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ ഇതുപോലെ 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഏതൊരു പ്രൊഫഷനാണെങ്കിലും, ചിലപ്പോൾ ജേർണലിസം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസ് ഓഫീസേഴ്സൊക്കെ കുറച്ചുകൂടി ട്രെയിൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഇമോഷണലി അത് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഇമോഷണലി സ്റ്റേബിൾ അല്ലെങ്കിൽ കീപ്പ് എ ഡിസ്റ്റൻസ്. ബലാത്സംഗത്തിന് വിധേയരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനേക്കാൾ മനസ്സിനാണ് ആഴത്തിലുള്ള മുറിവേൽക്കുന്നത്. ഏത് തരത്തിലുള്ള മെൻ്റൽ ട്രോമയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്? ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഹീലിംഗ് പോസിബിളാണോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ആത്മ മൈ മൈൻഡ് മൈ കെയർ ചെയർപേഴ്സൺ ഡോക്ടർ സിജി അമീർ. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഞാനിപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മരണം വരെ പിന്തുടരുന്ന ആഴത്തിലുള്ള മുറിവാണ്, പ്രത്യേകിച്ച് മനസ്സിൽ അത്രത്തോളം ഒരു ആഴത്തിലുള്ള മുറിവാണ് ഈ റേപ്പ് വിക്ടിംസ് കടന്നു പോകുന്നത്. നമ്മളുടെയൊക്കെ വിചാരങ്ങൾക്കപ്പുറമുള്ള മെൻ്റൽ ട്രോമയിലൂടെ ആയിരിക്കുമല്ലേ അവർ കടന്നു പോകുന്നത്. ഏതൊക്കെ രീതിയിലുള്ള ട്രോമയാണ് ഇവർ കടന്നു പോകുന്നത്? മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു ഹീലിംഗ് പോസിബിൾ ആണോ? ഡിപ്പെൻസ്. അത് നമുക്ക് പൂർണ്ണ പോസിബിൾ ആണെന്നും പോസിബിൾ അല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ഇവരിൽ ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമുക്കറിയാമല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് മെമ്മറീസ്, നമ്മളുടെ ഓർമ്മകൾ. അപ്പം ഈ ഓർമ്മയുള്ള കാലത്തോളം എന്തുണ്ടാവും, ഇത് നമ്മളുടെ ഓർമ്മകളിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ ഓർമ്മയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് ഗ്രാജ്വലി അവർക്ക് അവർക്കൊരു തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസ് ഒക്കെ കൊടുത്ത് അവരതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ പറയുന്നത് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം എൻ്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സിറ്റുവേഷൻസിനോടും, അത് ഈവൻ ദോ പ്രോബ്ലം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു നോർമൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ട്രോമ ആയിക്കോട്ടെ, റേപ്പ് പോലെയുള്ള വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, അപ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് 100% എൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ്. പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ, അത് ജീവിതത്തിൽ ഇപ്പോൾ റേപ്പ് ജീവിതത്തിലുണ്ടായി, അതെൻ്റെ പ്രശ്നം കൊണ്ടല്ല. പക്ഷെ പലപ്പോഴും റേപ്പ് വിക്ടിംസിന് വരുന്നൊരു പ്രശ്നം സെൽഫ് ബ്ലെയിമിലേക്ക് അവർ പോകുന്നു. എന്തോ ഇത് എൻ്റെ പ്രശ്നം കൂടെ ആണെന്ന് ഒരു പർട്ടിക്കുലർ പാർട്ട് എത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സമൂഹം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നു. നീ എന്തിനാണ് 12 മണിക്ക് ആ സമയത്ത് പുറത്തേക്ക് പോയത്, നീ എന്തിനാണ് അങ്ങനെ എക്സിബിഷനിസം അല്ലെങ്കിൽ അങ്ങനെ തോന്നിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട്, അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാമായിരുന്നോ, എത്ര ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചുകൂടെയിരുന്നോ, ഇങ്ങനെ തുടങ്ങി അങ്ങനെ പോയി അവർക്കും ഒരു ഘട്ടം എത്തുമ്പോൾ തോന്നുന്നു ഇത് എൻ്റെയും കൂടെ പ്രശ്നമാണ്. സെൽഫ് ബ്ലെയിമിലേക്കും അങ്ങനെ മറ്റു പല അതിൻ്റെ സൈക്കോളജിക്കൽ ആഫ്റ്റർ മാത്തിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ ഈ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, സംഭവിച്ചു അതിനെ അംഗീകരിക്കുക. പലപ്പോഴും നമ്മൾ ഒളിച്ചോടാനാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നടന്നിട്ടേയില്ല, അതൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് അങ്ങ് കരുതിക്കോ. ഒരിക്കലും നമ്മളുടെ മനസ്സത് അംഗീകരിക്കത്തില്ല. സംഭവിച്ചത് തന്നെയാണ്.
അപ്പോൾ അതിൽ നിന്നുള്ളൊരു എസ്കേപ്പിസം അല്ല വേണ്ടുന്നത്, റാഡിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു റെലവൻസ് അവിടെയാണ് വരുന്നത്. 100% എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് സംഭവിച്ചു പോയത് എൻ്റെ പ്രശ്നം കൊണ്ടല്ല, അതെൻ്റെ പ്രശ്നം കൊണ്ടേ അല്ല. ഞാൻ ജീവിക്കുന്ന ചിലപ്പോൾ സോഷ്യൽ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചു പോയി. പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാമെന്നുള്ളത്, ഇതിൽ തന്നെ കിടക്കണമോ എന്നുള്ളതും എൻ്റെ ഒരു 100% എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഇവരെ സെൽഫ് ബ്ലെയിമിലേക്കും സെൽഫ് വിക്ടിമൈസേഷനിലേക്കും ലീഡ് ചെയ്ത് ഓവർകം ചെയ്യാനുള്ള റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തിന് ഞാൻ ഈ 100% എൻ്റെ സിറ്റുവേഷൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ട് എനിക്കൊരു നല്ല ഫ്യൂച്ചർ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പ്രസൻറ്റിനെ ഉണ്ടാക്കിയെടുക്കാം. അതാണ് റാഡിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു മെയിൻ എയിം. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് വിക്ടിമൈസേഷൻ നടത്തി, സെൽഫ് ബ്ലെയിം നടത്തി ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന വിക്ടിംസിനെയാണ് നമ്മൾ. ഇപ്പോൾ നമുക്ക് മറ്റ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ തെറാപ്പിയിലൂടെ നമുക്ക് അതൊരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ റേപ്പ് സംഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറാപ്പിയിലൂടെ മാത്രം ഇതുപോലെ റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അയാൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻസ്. ഇയാളെ മാത്രമല്ലല്ലോ, ഇയാൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, ഒരു ഹോം എൻവയോൺമെൻ്റ് ഉണ്ട്, അവരിടപെടുന്ന ഒരു പബ്ലിക് സ്പേസ് ഉണ്ട്, സൊസൈറ്റി ഉണ്ട്. ഇവിടെയെല്ലാമുള്ള ചേഞ്ചസ് നിശ്ചയമായിട്ടും വേണം. അതെ അതെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളുടെ നാട്ടിൽ ഓവർകം ചെയ്യുന്ന അവർ എത്രത്തോളം അവർ എഫർട്ട് എടുത്ത് കയറി വന്നാലും ചില എൻവയോൺമെൻറ്റുകൾ വീണ്ടും അവരെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നത് വളരെ വിവിഡായിട്ട് കാണാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, നോൺ പേഴ്സൺസ്, വെരി ഇൻറ്റിമേറ്റ് പേഴ്സൺസ് ഇൻസൈഡ് ദ ഫാമിലി അല്ലെ ഇൻസൈഡ് ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഇവരെ വീണ്ടും ആ ഒരു കണ്ണോടുകൂടി കാണും. ഈവൻ ദോ ചിലപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ് പോലും. അല്ല, അവിടെയാണ്. കാരണം നമ്മൾ ഈ ഒരു പെയിനെ നമ്മൾ പരമാവധി ഡോക്ടർ മെമ്മറിയെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾ ആ മെമ്മറി നമ്മൾ തുടച്ചു നീക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ആ കോർട്ടിൽ വന്നിരുന്ന് അഭിഭാഷകരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മെമ്മറി നമ്മൾ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പെയിൻ റിലീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെല്ലാം അഭിഭാഷകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി തന്നെ മറുപടി കൊടുക്കണം. ആ നടന്ന സംഭവങ്ങൾ ഒന്നുപോലും വിടാതെയാണ് ഇവർക്ക് പറയേണ്ടി വരുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ കൂടെ അവരുടെ ആ കടന്നു പോകുന്ന ആ ഒരു ട്രോമയുണ്ടല്ലോ, വീണ്ടും വീണ്ടും വെർബലി അവർ റേപ്പ് ചെയ്യപ്പെടുകയല്ലേ. അപ്പം അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതൊരിക്കലും നമുക്ക് ലീഗലി അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ലീഗൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും പ്രൂഫാണ്. പ്രൂഫ് വളരെ പ്രധാനപ്പെട്ട, തെളിവുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ അടുത്തിടെ എൻ്റെ ഒരു ക്ലയൻറ്റ്, അവരും അവരുടെ കുട്ടിക്ക് ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ അവർ ഒരു അഭിഭാഷകയുടെ ഒരു റിപ്പോർട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഒരു 10 വയസ്സുള്ള കുഞ്ഞ് അധ്യാപകനാൽ അസോൾട്ട് ചെയ്യപ്പെട്ട, റേപ്പിന് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ, പിതാവില്ല കുട്ടിക്ക്, പിതാവിനെ പോലെ കണ്ട സ്കൂൾ അധ്യാപകൻ എവിടെയാണ്, അതും സ്കൂളിൻ്റെ ശുചിമുറിയിൽ. അപ്പോൾ ആ കുഞ്ഞിനെ ചൈൽഡ് ലൈൻ ത്രൂ നമ്മൾ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങളും ശിക്ഷാ നടപടിക്കുള്ള കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവൾ അനുഭവിച്ച മാനസിക വ്യതയാണ് ഈ അഭിഭാഷക എഴുതിയിരിക്കുന്നത്. അല്ല, പ്രത്യേകിച്ച് ഈ 10 വയസ്സുള്ള കുട്ടിയുടെ അടുത്തൊക്കെ നമുക്ക് വീണ്ടും അത് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർക്കത് ഒരിക്കലും ഉണങ്ങാൻ പറ്റാത്ത ഒരു ട്രോമയായിരിക്കും. ചിലപ്പോൾ അവരൊന്നും പറയത്ത പോലും ഇല്ല, അവരിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പേടിച്ച്. അപ്പോൾ അവരെ കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് കോടതിയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ലേ? അതിന് നമുക്ക് കുറച്ചൊരു ബോധവൽക്കരണം കൂടെ വേണം.
മനസ്സിലായോ? ഇപ്പോൾ ഇത് തെറപ്പിയിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. പലരും ചെയ്യുന്നത് ഇവർക്ക് ജീവിതത്തിൽ നെഗറ്റീവായിട്ട്, അതൊരു റേപ്പ് തന്നെ ആകണമെന്നില്ല, നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ഒന്ന് സപ്രഷൻ, രണ്ട് റിയാക്ഷൻ. ഇത് രണ്ടും നല്ല കാര്യമല്ല. പ്രോപ്പർ റെസ്പോൺസാണ് വേണ്ടുന്നത്. അപ്പോൾ റേപ്പ് വിക്ടിംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ് അനുഭവിക്കുന്നവർ ഇതിവർ സപ്രസ് ചെയ്ത് വെച്ചാൽ ഈ പറഞ്ഞല്ലോ എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ദുർഗന്ധം ഇവരുടെ ഉള്ളിൽ കിടക്കും. പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്ന് ഇല്ല, കുറച്ചുകൂടി ഒരു സൈക്കോളജിക്കലാണ്. സപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വെൻറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ അനുവിന് ഒരാളോട് ദേഷ്യം തോന്നുന്നു, അപ്പോൾ അത് ബോസ് ആണെന്നിരിക്കട്ടെ. ബോസ് ആയതുകൊണ്ട് ദേഷ്യം ബോസിനോട് പുറത്ത് പ്രകടിപ്പിക്കാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്നു. ഇൻ ലോങ് റണ്ണിൽ ഇത് എപ്പോഴെങ്കിലും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പുറത്തേക്ക് വരുന്നെന്നുള്ളതല്ല, അപ്പോൾ ചിലപ്പോൾ ഒരു റിയാക്ഷനായി മാറും. ഇനി അത് മാത്രമല്ല, റിയാക്ഷനായി മാറുന്ന മാത്രമല്ല, ചിലപ്പോൾ ആജീവനാന്ത കാലം ഇത് ബോസായതുകൊണ്ട് പുറത്ത് വരാതെ ഇരിക്കുമ്പോൾ ഇത് നമുക്ക് സെൽഫിൽ ബുദ്ധിമുട്ടുകൾ തരും. അത് അനുവിന് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഓഫീസിൽ വരാനുള്ളൊരു പ്രശ്നമായിട്ട് മാറും, അല്ലെങ്കിൽ ആ ബോസിനെ കാണുമ്പോൾ തന്നെ പാനിക് ആകാനായിട്ട് തുടങ്ങും, ജോലിയോടുള്ള വിമുഖതയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിക്ടിംസിനെ ആയാലും ആദ്യം അവെയർ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഇത് നിങ്ങൾ മൂടി വയ്ക്കുക, സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ല. ഇതിനെ പ്രോപ്പറായിട്ട് വെൻറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ആ വെൻറ്റിങ് പ്രോസസ്സിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മറച്ചു വെക്കേണ്ടതാണ്, ഒളിച്ചു വെക്കേണ്ടതാണ്, സപ്രസ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ഒരു ബോധ്യതയാണ് സമൂഹം കൊടുക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഓപ്പൺലി എന്ന് പറഞ്ഞാൽ പറയേണ്ട സ്ഥലങ്ങൾ എല്ലാവരോടും അല്ല, കോൺഫിഡൻഷ്യലായിട്ട്. ഇപ്പം നമ്മൾ തെറപ്പിക്കൊക്കെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നൊരു ഫേസ് അതാണ്. പലരും പറയും, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഞങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്, ഇത് പുറത്തോട്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ പറയും അത് പ്രോപ്പറായിട്ടുള്ളൊരു വെൻറ്റിങ് മെത്തേഡ് അല്ല, അവർ സപ്രസ് ചെയ്ത് വെച്ച് ഈ ഒരു അവെയർനെസ് നമ്മുടെ വിക്ടിംസിന് കൊടുക്കണം. അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാകുമോ. 10 വയസ്സുള്ള കുഞ്ഞിനോടായാലും ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുത്ത ഒരു മറുപടി അതാണ്. ആ 10 വയസ്സുള്ള കുഞ്ഞിനെ ആദ്യം ഒരു നല്ല റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം ഒരു തെറപ്പിസ്റ്റ് ഇതിനെ അവെയർ ആക്കി കൊടുക്കുക. മോളെ അത് സപ്രസ് ചെയ്ത് വെക്കുകയല്ല വേണ്ടുന്നത്, യു ഷുഡ് സ്പീക്ക് ഔട്ട് ഇൻ എ വെരി കോൺഫിഡൻഷ്യൽ എൻവയോൺമെൻറ്റ്. ഇത് പുറത്ത് പറയണം. ആൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞെങ്കിലേ പറ്റും. അല്ല, അവിടെയാണ് ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കേസിലെ വിധിയെല്ലാം വന്നതിന് ശേഷം നടി ഒരു കുറിപ്പ് എഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു. അതായത്, ഞാൻ കേസിന് പോവാതെ ഇതെൻ്റെ വിധിയാണെന്ന് കരുതി ഞാനങ്ങ് ഒതുങ്ങിയിരുന്നാൽ മതിയായിരുന്നു. കാരണം നടി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേസിന് പോവാതെ ഞാൻ തന്നെ ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾ എന്നെ ഒരു സർവൈവറായിട്ട് കരുതരുത്, നിങ്ങൾ എന്നെ ഒരു വിക്റ്റിമായിട്ട് കരുതരുത്, എന്നെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് കരുതണം, എന്നെ ഒരു സാധാരണ മനുഷ്യനായിട്ട് കരുതണം എന്നൊരു റിക്വസ്റ്റ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു. സത്യം പറഞ്ഞത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു പോകും. കാരണം നമുക്കെതിരെ ഒരു ആക്രമണം നടന്നാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ, നിയമത്തിൻ്റെ സഹായം നമ്മൾ തേടുകയാണെങ്കിൽ, നമ്മൾ വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്. ഇവിടെ നമുക്ക് ഓപ്പൺ അപ്പ് ആവാനായിട്ട് സമൂഹം അതിനനുസരിച്ച് വളർന്നില്ല എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു പവർഫുൾ പൊസിഷനിലിരിക്കുന്ന ആൾക്കെതിരെയാണ് നമ്മൾ കംപ്ലൈൻറ്റ് പോകുന്നതെങ്കിൽ, അല്ലേ അനു? നമുക്ക് ഈ ഒരു കേസ് മാത്രം എടുത്തിട്ട് ഹോൾ വിക്ടിംസിനെയും കാണാൻ പറ്റില്ല. ഇത് കഥ വേറെയാണ്. ഇവിടെ വിക്ടിമായ ആളും അല്ലെങ്കിൽ അതിനോട് മേജർ ഒരു ഒപ്പോസിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിന്ന് ഒരു തരത്തിൽ ചിത്രീകരിക്കപ്പെട്ട ആളും രണ്ടുപേരും വളരെ സാമൂഹ്യമായിട്ട്
പിന്നെ പ്രതിച്ഛായ ഉള്ളവരും പ്രബലരായിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു കേസ് മാത്രം എടുത്ത് നമുക്ക് എല്ലാ വിക്ടിംസിൻ്റെയും കഥ പറയാൻ പറ്റില്ല. അതിനകത്തൊക്കെ ചിലപ്പം മറ്റു പല പല അജണ്ടാസ് ഉണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സൈക്കോളജിക്കൽ ടോക്കാണല്ലോ നമ്മളിത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു കേസ് മാത്രം എടുത്ത് എല്ലാ വിക്ടിംസിനെയും ജനറലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം, എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളുടെ ഇടയിൽ വിക്ടിംസ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം ഈ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ടെന്ന് പറയുന്ന പോലെ, ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ, നമ്മളുടെ സൊസൈറ്റി ഇപ്പോഴും വിക്ടിമിനെ കുറ്റക്കാരിയാക്കാനുള്ള അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാനുള്ളത്, അല്ലെങ്കിൽ ജെൻഡർ പറയണ്ട, കുറ്റക്കാരായിട്ട് കാണാനായിട്ടുള്ള ഒരു ത്വരയാണ് ഇന്നും നമ്മളുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൽ നിൽക്കുന്നത്. അതിപ്പോഴും നമ്മൾ പുരോഗമനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ആ സോഷ്യൽ കണ്ടീഷനിങ് മാറുന്നില്ല. അതിപ്പോഴും കൂടുതൽ ശക്തമായി തന്നെ വരുന്നു എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഇടയിൽ അത് അങ്ങനെ മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ഇതിനെ സാറാ ജോസഫിൻ്റെ ഒരു വരി പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഇതുപോലൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മകൾക്കാണിത് സംഭവിച്ചെങ്കിൽ ഞാൻ അവളോട് പറയും, നീ പോയി ഒന്ന് നന്നായി കുളിച്ചിട്ട് വരും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമാണിത് സംഭവിച്ചെങ്കിൽ ഞാൻ പറയും, ഒന്ന് കുളിച്ചിട്ട് വരും. ഒരു കുളിയിൽ കഴിയാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് സമൂഹത്തിന് എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? അല്ല, ഞാൻ അവിടെയാണ് എനിക്കൊരു ഇതുള്ളത്. കാരണം അങ്ങനെ ഒരു കുളിയിൽ തീരാവുന്ന ഒരു മുറിവാണോ? അങ്ങനെ മുറിവിനെ അല്ല പറഞ്ഞത്, അല്ല, ഞാൻ അതിനെ ലഘൂകരിക്കണം എന്നല്ല പറഞ്ഞത്. മനസ്സിന്റെ മുറിവെന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അതിനെ ലഘൂകരിച്ച് വിക്ടിമിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ചിന്തിക്കാനല്ല പറഞ്ഞത്. ഈ ഓവർ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാതിരിക്കുക, അതായത് ഇപ്പോൾ വെർജിനിറ്റി അല്ലെങ്കിൽ എന്തോ ഇപ്പോൾ ആ ഒരു റേപ്പ് നടന്നതോടുകൂടി ആ വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ നശിച്ചു പോയി എന്നുള്ള സോഷ്യൽ കണ്ടീഷനിങ് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർക്ക് പെയിൻ ഇല്ലെന്നോ ട്രോമയില്ലെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ ഒരു എഴുത്തുകാരൻ പറഞ്ഞത് കേട്ടതാണ്, അതായത് കൊലപാതകത്തെക്കാൾ ക്രൂരമാണ് ബലാത്സംഗം എന്നുള്ളത്. കാരണം അത് അത്രത്തോളം നമുക്ക് ഒരു നിസാരവൽക്കരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. കാരണം അത്രത്തോളം ട്രോമയാണ് ലൈഫ് ലോങ് ആ വ്യക്തി അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു സമൂഹം ഇതിനെ വളരെയധികം പ്രാധാന്യത്തോടെ, വാർത്തകളിലാണെങ്കിലും വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ഈ വിർജിനിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ വ്യക്തി കടന്നു പോകുന്ന ആ ഒരു ട്രോമയുണ്ടല്ലോ, അത് കൊലപാതകത്തെക്കാൾ ക്രൂരമായത് കൊണ്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വേറൊരു തലത്തിലേക്ക് അത് മാറിപ്പോകുന്നു. തലത്തിലേക്ക് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വിക്ടിമിനെ ഹറാസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, രണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടി സെക്ഷൽ ടോക്കുകൾ എപ്പോഴും അല്ലെങ്കിൽ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ പോലും അത് ഒരു കൈൻഡ് ഓഫ് എന്തൂസിയാസമാണ് ആളുകൾക്ക് പറയാനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനായിട്ടും ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു വളരെ ചീപ്പായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ല അതിന് കൊടുക്കേണ്ടത്. നിങ്ങൾ വിക്ടിമിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, വിക്ടിമിൻ്റെ ഒരു റീഹാബാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യൂ. അതെ, കുറച്ചുകൂടെ ആ നിലവാരത്തിലേക്ക് വരട്ടെ നമ്മുടെ വാർത്തകൾ, കുറച്ചുകൂടെ ആ നിലവാരത്തിലേക്ക് വരട്ടെ നമ്മളുടെ ചിന്തകൾ. അതല്ലാതെ ഇവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരാരാണ് എന്താണെന്ന് അതിൻ്റെ പുറകെ ഇപ്പോൾ അത് കുറേയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഏതെങ്കിലും സാമൂഹ്യപരമായിട്ട് പിന്നെ ഒരു പ്രതിച്ഛായയുള്ള ആളാണെങ്കിൽ ആളുടെ പ്രതിച്ഛായയെ അവസാനിപ്പിക്കാനും, ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും ഒരു പ്രതിച്ഛായയെ അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള മെഷേഴ്സ് എടുക്കുന്നതിന് പകരം ഇത് വെറും
അന്തിച്ചർച്ചകൾ മാത്രമായിട്ട് മാറും. അല്ല, അവിടെ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി ഇപ്പോൾ കോടതി വെറുതെ വിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു ആശ്വാസവും ഇമോഷണൽ ആവുകയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണല്ലോ. അയാൾ കുറച്ചുകൂടെ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ചിലപ്പം കരയണമെന്നില്ല. പക്ഷെ അയാളുടെ മുഖത്തൊരു ആശ്വാസവും അതുപോലെ തന്നെ ഒരു കുറ്റവിമുക്തനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മുഖഭാവം അയാളിൽ നിന്ന് കുറച്ചുകൂടി എവിഡൻ്റ് ആയിരിക്കും. പക്ഷെ അതിനു പകരം കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ഒരു വിജയശ്രീലാളിതനെ പോലെ യുദ്ധം വിജയിച്ച സന്തോഷത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളൊരു ഭാവത്തോട് ഇറങ്ങി വരികയും ചെയ്യുന്നതും മാത്രമല്ല, കുറച്ച് കൂടുതൽ ആൾക്കാർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹം വീണ്ടും വീണ്ടും ആ വ്യക്തിക്കെതിരെ ആ വ്യക്തിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് അടിച്ചു പോകും. അതെല്ലാം മനുഷ്യൻ്റെ ഈ ബോഡി ബിഹേവിയർ കൊണ്ട് ആൾക്കാർ സൊസൈറ്റി അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡോക്ടർ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു കേസായിട്ട് ഒതുക്കി നിർത്തേണ്ട നമ്മളുടെ ചർച്ചയെ. ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഒരു കേസ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കേസാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഒരാളുടെ എക്സ്പ്രഷൻസ് വെച്ചിട്ട് അവർ കുറ്റക്കാരനാണോ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ അങ്ങനെ ഒരു വെർഡിക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അത് ഡിപ്പെൻസ് അപ്പോൺ ദ പേഴ്സൺ. അവരെത്രത്തോളം ഹറാസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ചിലരുടെ ആശ്വാസം അമർഷമായിട്ടായിരിക്കും വെളി വരുന്നത്, ചിലരുടെ ആശ്വാസം കുറ്റപ്പെടുത്തലായിരിക്കും, ചിലരുടെ ആശ്വാസം അതെങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ, അവരുടെ ഫോർമേഷൻ, അവരുടെ റെസ്പോൺസിൻ്റെ രീതികൾ എങ്ങനെയാണ്, അവരുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ച്. അല്ലെങ്കിൽ ഈ വിധി വന്നപ്പോൾ അവരെങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നുള്ള ഒറ്റ കാര്യം മാത്രം എടുത്ത് വീണ്ടും അവരെ കുറ്റക്കാരനാക്കാനോ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കാനോ നമുക്ക് സാധിക്കത്തില്ല. അത് എന്താണോ നമ്മളുടെ ലീഗൽ സിസ്റ്റം അതിനോട് നമുക്കിപ്പോഴും ഒരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ ആ വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് ആ വിധിയെ നമ്മളിപ്പോൾ മാനിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. അതിനകത്ത് സംശയമുള്ളവർക്ക് മേൽക്കോടതികളുണ്ട്. അപ്പോൾ ആ ലീഗൽ വിധിയെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം. അതിനകത്ത് നമ്മളൊരു സൈക്കോളജിക്കൽ അനാലിസിസ് എടുക്കുകയോ അല്ലെങ്കിൽ അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ആ നേർചിത്രത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു വിക്ടിമിൻ്റെ ട്രോമയെക്കുറിച്ചാണ്. അപ്പോൾ വിക്ടിമിൻ്റെ ട്രോമയെക്കാളും ഒക്കെ ഉപരിയായിട്ട് ഈ കേസിലെ പോലെ പലപ്പോഴും കേസുകളുടെ ഗതി തന്നെ മാറിപ്പോയിട്ട് വിക്ടിമിനെ വീണ്ടും വിക്ടിമാക്കുന്ന അവസ്ഥകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വിക്ടിമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ളൊരു റീഹാബോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു സംരക്ഷണമോ അവർക്ക് വേണ്ടുന്ന ഒരു കോൺഫിഡൻസോ ഒന്നും ബിൽഡ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇവരുടെ ഒരു ഇമോഷണൽ ട്രോമയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇവരുടെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിലരൊക്കെ ഇമോഷണലി നമ്പായി പോവുകയാണ്. അവരുടെ ട്രസ്റ്റ് സമൂഹത്തോടും മറ്റുള്ളവരോടും ഒക്കെയുള്ള അവരുടെ ട്രസ്റ്റ് ബ്രേക്ക് ആകുകയാണ്. അവർ ഭയങ്കര ഹൈലി അലേർട്ടായിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അലേർട്ടായിരിക്കും. സ്വന്തം ശരീരത്തെ പോലും അവർക്ക് വിശ്വാസമില്ലാത്ത രീതിയിൽ ഹൈറ്റൻഡ് അലാമിങ് സ്റ്റേറ്റസ് ആയിരിക്കും. ഇവർക്ക് പേടിയാണ്, എൻ്റെ ശരീരം പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അല്ലെങ്കിൽ എൻ്റെ ശരീരം എൻ്റെതല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് സിവിയർലി ഡാമേജ്ഡ്, എനിക്കിനി ഇത് വേണ്ട. ഒബ്സസ്ഡായി പോകുന്ന ഒബ്സഷൻസ് ഉണ്ടാകുന്ന എത്രയോ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്. ഒബ്സഷൻ ഉണ്ടാകുന്ന എത്രയോ കേസസ് ഉണ്ടെന്നറിയാമോ? അതായത് എഗെയിൻ ആൻഡ് എഗെയിൻ ഗോയിങ് ആൻഡ് ക്ലീനിങ് ദ ഇൻറ്റേർണൽ പാർട്സ്, കുളിക്കുക, ആവർത്തിച്ച് കുളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വന്നൊരു കേസ്, സ്വന്തം അച്ഛൻ്റെ സഹോദരനാൽ റേപ്പ് വർഷങ്ങളോളം അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കുട്ടി, അവൻ ഇപ്പോൾ അവൻ്റെ ഒരു അഡൽട്ട്ഹുഡിലാണ്. അപ്പോൾ അവന് സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അവനൊരു അഗ്ലി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത, എന്നാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അവനുണ്ട്.
നമ്മളെപ്പോഴും ഈ റേപ്പ് വിക്ടിമിൻ്റെ കാര്യം പറയുമ്പോൾ സ്ത്രീകളിൽ മാത്രം ഒരിക്കലുമല്ല. ആൺകുട്ടികളിൽ നിന്ന് ഒരുപാട് അത് പ്രത്യേകിച്ചും ഏത് ഏജ് മുതൽ ഏത് ഏജ് വരെയാണ് ആൺകുട്ടികൾ? നമുക്കങ്ങനെ ഏജ് പർട്ടിക്കുലർലി ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷനെ നമുക്ക് ഒരിക്കലും റേപ്പിന് അങ്ങനെ കുട്ടികളാണ് പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ പ്രായം തൊട്ടുള്ള, അതായത് 5 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 3 വയസ്സ്, നമ്മൾ എത്രയോ ഇപ്പോൾ വാർത്തകൾ കാണുന്നു, 3 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് അങ്ങോട്ട് ഒരു 30 വയസ്സ് കാലഘട്ടത്തിലും അങ്ങനെ പോകുന്ന ആളുകളുണ്ടല്ലോ. അവരപ്പോഴത്തേനെ മറ്റൊരാളുടെ കയ്യിലെ വെറും ആയുധം മാത്രമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഞാനീ പറഞ്ഞ കേസിൽ സിവിയർ ഒബ്സഷനാണ്. അവൻ്റെ ജെനിറ്റൽ ഓർഗനിൽ അവന് തൊടാൻ താല്പര്യമില്ല, ഈവൻ ഫോർ ക്ലീനിങ്. എന്നാൽ എല്ലാ തരത്തിലുള്ള ഒരു നീഡുമുണ്ട്. അപ്പം അതിൻ്റെ മറുവശം ഞാൻ പറയുന്നില്ല, അത് ഏത് തലങ്ങളിൽ വരെ പോയി എന്ന് ഞാൻ പറയുന്നില്ല. അത്രയ്ക്ക് ട്രോമയാണ് ആ കുട്ടിയും ആ പേരൻസും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒബ്സഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ഒന്നും തീരെയില്ല. എപ്പോഴും സെൽഫ് ഡൗട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഇമോഷണൽ ക്ലോസ്നെസ് അവർ പിന്നെ കൊണ്ടുവരാൻ വളരെ ഭയമാണ്. ഇമോഷണലി അടുക്കില്ല ആരുമായിട്ടും. ഒരു ഗാർഡഡ് നേച്ചറാണ് അവർ. മീൻസ് ഒരു രണ്ടാമത്തെ വർത്തമാനം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി പോകുമോ, വൾണറബിൾ ആയി പോകുമോ ഞാനെന്ന് പേടിച്ച് ഒരു ഇമോഷണലി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഇങ്ങനെ ഒരു വിഷയം ചർച്ച വന്നുകൊണ്ട് ഞാനത് ചോദിച്ചതാണ്. ഇപ്പോൾ പല വിക്ടിംസും അവരൊരു നോർമലായിട്ടുള്ളൊരു മാരീഡ് ലൈഫിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പലരും അങ്ങനെ മാരീഡ് ലൈഫ് പിന്തുടരുന്നുണ്ട്. പക്ഷേ മാരേജ് ലൈഫിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രോമ മനസ്സിൽ കിടക്കുന്നുണ്ട്. അവർക്കൊരു കൺസെൻസൽ സെക്സ് പോസിബിൾ ആണോ? അത് ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം ഇതിനകത്തു നിന്നുള്ള റിക്കവറി പോസിബിൾ ആണെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഒരു അവരുടെ മുന്നോട്ടുള്ള സെക്ഷൽ ലൈഫ്, അതുമായിട്ടുള്ള എൻജോയ്മെൻറ്റും ഒക്കെ. മോസ്റ്റ്ലി ഈ ട്രോമ മാറാതെ വീണ്ടും ഒരു സെക്ഷൽ ലൈഫിലേക്ക് വരുവാണെങ്കിൽ അവർ വീണ്ടും മെൻ്റലി അഫക്റ്റഡ് ആകും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ട്രോമ അവർക്ക് മാറിക്കിട്ടണം. അപ്പോൾ ഞാൻ ആ മൂവി ഇപ്പോഴും ഓർക്കുന്നു, ഫാദേഴ്സ് ഡേ എന്നുള്ളൊരു മൂവിയാണ്. രേവതി മാമാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റേപ്പ് വിക്ടിമായിട്ടുള്ള ലേഡി, അവരുടെ മിഡിൽ ഏജിൽ, ലാൽ ആണെന്ന് തോന്നുന്നു ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്, ഒരാൾ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് വിവാഹം കഴിക്കാനായിട്ട്. അവർ തമ്മിൽ നല്ല സംസാരങ്ങളും നല്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനുള്ള എല്ലാ കോണ്ടസ്റ്റും അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ എൻഡ് ഇങ്ങനെയാണ്, ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ റെഡി ഫോർ ദാറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എവിടെയോ 17കളിൽ നടന്ന റേപ്പിൻ്റെ വിക്റ്റിമാണ് ഇപ്പോഴും 45-ലും അല്ലെങ്കിൽ 50-കളിലും. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് എത്രത്തോളം എടുത്തു കളയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നടക്കണമെങ്കിൽ ഒരു ഓവർനൈറ്റ് പ്രോസസ്സ് അല്ല. നമ്മൾ പറയും കൗൺസിലിങ്ങിന് വിട്ടാൽ മതി എന്ന്. കൗൺസിലിങ്ങിൽ 1-2 സെഷൻസ് പോയത് കൊണ്ട് ഇവരുടെ ഈ ട്രോമ മാറത്തില്ല. കൃത്യമായിട്ട് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി, അവരുടെ ഇമോഷണൽ സ്റ്റേറ്റസ് മനസ്സിലാക്കി, അവരുടെ മെൻ്റൽ ട്രോമ എത്രത്തോളം ഡീപ്പിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി, വളരെ ലോങ് ടേം ആയിട്ടുള്ള തെറപ്പിയും, അതുപോലെ അവരുടെ ഹോം എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന ആളുകളുടെ അപ്രോച്ചസും, അവരിടപെടുന്ന ആളുകളുടെ അപ്രോച്ചസും, അവർക്കെല്ലാമുള്ള സൈക്കോ എഡ്യൂക്കേഷനും, ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങും കൂടെ, മീൻസ് ഒരു പ്രോപ്പർ കണ്ടീഷനിങ്ങും കൂടെ കൂടിച്ചേരുമ്പോൾ ആണ് ഇവർ പൂർണ്ണമായിട്ടും, ഇന്നും നമ്മളുടെ പല വിക്ടിംസും പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പുറത്തേക്ക് വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ടും അവർ പുറത്തേക്ക് വരാൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും, ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന വീട്ടുകാരും വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും സമൂഹം അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഫാമിലിയും സപ്പോർട്ട് ചെയ്യാത്ത കേസസ് ഒരുപാടുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ കുറേ അണ്ടർസ്റ്റാൻഡിങ് ആയി വരുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചല്ലോ, എൻ്റെ കുട്ടിക്ക് ഇത് സംഭവിച്ചല്ലോ, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒളിച്ചു വെക്കാനായിട്ടുള്ളൊരു പ്രവണതയായിരുന്നു കൂടുതലും കിടക്കുന്നത്. അത് മാറണം നമുക്ക്. ഇപ്പോൾ കേരളത്തിലെ വിവാദമായ സൂര്യനെല്ലി കേസും വിതുര കേസും, അതിലെ FIR വായിക്കപ്പോൾ തന്നെ
ഈ പെൺകുട്ടികൾ കടന്നുപോയ ഫിസിക്കൽ ടോർച്ചർ ഉണ്ടല്ലോ, അതിൻ്റെ ആ വിവരണം ആ FIR വായിക്കുമ്പോൾ തന്നെ ആ വായിച്ച പലരും ട്രോമയിലൂടെ കടന്നുപോയെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം വേദനാജനകമായ ഒരുതരം അത്രയും ഹൊററായിട്ടുള്ള ഒരു ഫിസിക്കൽ ടോർച്ചറിലൂടെയാണ് ഈ പെൺകുട്ടികൾ കടന്നുപോയത്. അപ്പം അത്തരം സന്ദർഭങ്ങളുണ്ടല്ലോ. കാരണം നമ്മൾ ആ വേദനയിലൂടെ കടന്നു പോകുന്ന നമ്മളും അത് അനുഭവിച്ചു, നമ്മളും റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ഈ വായനയിലൂടെ നമുക്കത് കിട്ടുന്നത്. അത്തരം സന്ദർഭങ്ങളിലൂടെ അത്തരം കേസസ് മാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? കേസസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിൽ നിന്നുള്ള ക്ലയൻസ് നമുക്കുണ്ട്. ജേർണലിസ്റ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള കേസസൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനത്തെ ഉള്ള ഇതിലൂടെ പോകേണ്ടി വരുമ്പം അവർ തന്നെ ആ പ്രൊഫഷണലിസത്തിന് വേണ്ടി അത് ഇൻ്റർവ്യൂ എടുക്കും, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ ട്രോമറ്റൈസ്ഡ് ആയ അനുഭവങ്ങളിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഏതൊരു പ്രൊഫഷനാണെങ്കിലും, ചിലപ്പോൾ ജേർണലിസം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പോലീസ് ഓഫീസേഴ്സൊക്കെ, ഈ പോലീസ് ഓഫീസേഴ്സൊക്കെ കുറച്ചുകൂടി ട്രെയിൻഡാണ്. അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അത്രയും ഇമോഷണലി അത് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഇമോഷണലി സ്റ്റേബിൾ അല്ലെങ്കിൽ കീപ്പ് എ ഡിസ്റ്റൻസ്. നമുക്ക് ചിലപ്പോൾ ക്യൂരിയോസിറ്റി ഒരു ഭയങ്കര ഫാക്ടറാണ്. എന്തൊക്കെ അനുഭവിച്ചു, എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതൊക്കെ അറിയാനായിട്ടൊരു ക്യൂരിയസ് ഫാക്ടർ ഉണ്ടാവും. തുടങ്ങുമ്പോൾ തന്നെ എന്നെ വല്ലാതെ ഇത് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടെന്നറിയുമ്പോൾ, എൻ്റെ ഉറക്കത്തെ, അതായത് എൻ്റെ ഡെയിലി റുട്ടീൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകരുത്. ഈവൻ ദോ അത് ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും. കാരണം നമ്മളെ അത് ഇമോഷണലി വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ല എൻ്റെ പ്രൊഫഷണൽ സെൽഫിനെയും പേഴ്സണൽ സെൽഫിനെയും വളരെ നല്ല രീതിയിൽ എനിക്ക് ബൗണ്ടറി ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അതിനെ ഒരു കേസായിട്ട് കാണാം. ഒരു കേസ് പഠിക്കാൻ വേണ്ടിയാണ് ഞാനത് വായിക്കുന്നത്. അല്ല, ആ സമയത്ത് ഞാൻ കൂടുതൽ ക്രിയേറ്റീവായി ആ വിക്ടിം അനുഭവിച്ച എല്ലാ ട്രോമകളും അതുപോലെ ഞാൻ ഇമാജിൻ ചെയ്ത് അത് കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പം അതെനിക്കോ എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും വന്നാലോ എന്നുള്ള തോട്ട് പ്രോസസ്സിലുള്ള ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അല്ല, പലപ്പോഴും ഇതുപോലെ ഞാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ജഡ്ജ്മെൻറ്റ് വായിച്ചതാണ്. അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് 2 ദിവസം എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ, ഇതുപോലെ 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ തന്നെ പേടിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം ഇൻസെക്യൂറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളും കൂടെ കടന്നു പോകും. അപ്പം മാമിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ പലതരത്തിലുള്ള കേസസ് മാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഏകദേശം നമുക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമല്ലോ. അപ്പം ഇങ്ങനൊരു റേപ്പിലൂടെ കടന്നുപോയി, എന്നാൽ തെറാപ്പിയിലൂടെയും ഇതുപോലെ തന്നെ തെറാപ്പിയിലൂടെയും ഹീലിങ്ങിലൂടെയൊക്കെ ഓവർകമ്മായി നല്ല രീതിയിൽ ജീവിതം നയിക്കുന്ന കേസസ് മാം കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ റേപ്പ് എന്ന് പറയുന്ന ഒരു സീരിയസ് ആ ഒരു ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് നിന്ന് ഒഴിച്ചാൽ താഴോട്ട് ഇറങ്ങി വന്നാൽ, ഞാൻ ചോദിച്ചോട്ടെ അനു, കേരളത്തിൽ ഒരു സെക്ഷൽ ട്രോമ ഇല്ലാത്ത അല്ലെങ്കിൽ എത്ര സ്ത്രീകളുണ്ട്? ശരിയാണ്. ഒരു ബസ്സിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു സെക്ഷൽ അസോൾട്ട് അല്ലെങ്കിൽ ഒരു ടീസിങ് അല്ലെങ്കിൽ ഒരു നോട്ടം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ ഒരു ഹയർ ഡിഗ്രിയാണ് നമ്മൾ ഈ പറയുന്ന റേപ്പ്. അപ്പോൾ നമ്മൾ ചെറിയതുപോലും ഓവർകം ചെയ്യാൻ പറ്റാത്ത എത്രയോ കേസസ് നമ്മളുടെ അടുത്ത് വരുന്നു. ഇത് പിന്നെ നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇതിനകത്ത് മാറ്റേഴ്സാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം സഹിക്കാൻ പറ്റും എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഇതിനകത്ത് മാറ്ററാണ്. ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ചെറിയ ടീസിങ് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി അത് മാത്രമല്ല, ചിലരെ സംബന്ധിച്ച് സ്വന്തക്കാരിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൊമസ്റ്റിക് സർക്കിളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അബ്യൂസുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കേരളത്തിലെ സ്റ്റഡി പറയുന്നത് അത് തന്നെയാണ്, ഡൊമസ്റ്റിക് സർക്കിൾ. ഡൊമസ്റ്റിക് സർക്കിൾ ശരിയാണ്. നമ്മൾ കുടുംബത്തിനുള്ളിലാണ് നമ്മൾ കുട്ടികൾ പലപ്പോഴും, ഞാൻ പൂർണിമ ഇന്ദ്രജിത്തിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പൂർണിമ പറഞ്ഞാണ്, കുട്ടികളെ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും കുടുംബത്തിനുള്ളിലാണ്, പുറത്തല്ല. അപ്പം ഈ കുടുംബത്തിനുള്ളിലെ ഈ പരിഹസിക്കപ്പെടലും മാത്രമല്ല, റേപ്പ് ചെയ്യപ്പെടുമ്പോൾ തന്നെ ഈ മാറ്റി നിർത്തുന്ന അവസ്ഥയെല്ലാം കുടുംബത്തിനുള്ളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം ഈ കുടുംബത്തിനുള്ളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? കാരണം നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവരാണല്ലോ നമ്മൾ അകറ്റി നിർത്തുന്നത്. അപ്പം അത്തരം സിറ്റുവേഷൻസിൽ
അവസരം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അതിനുള്ളൊരു സിസ്റ്റവും നമ്മളുടെ നാട്ടിൽ ഡെവലപ്പ് ആയിട്ടില്ല. ആകെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഇന്ന് ചൈൽഡ് ലൈനെയാണ്. അതുപോലും നമ്മൾ ഈ അടുത്തിടെ കണ്ട ഒരു കേസാണ്. ഒരു 5ാം ക്ലാസ്സിലെ കുഞ്ഞിൻ്റെ ആത്മഗതം അച്ഛൻ അവളോട് ചെയ്ത, രണ്ടാനച്ഛനാണെന്ന് തോന്നുന്നു കേസ്, ഞാനിപ്പോൾ വ്യക്തമായി ഓർക്കുന്നില്ല. ആ കുട്ടി എഴുതിയും അവസാനം അത് സ്കൂൾ കൗൺസിലർ മനസ്സിലാക്കിയതിന് ശേഷം ചൈൽഡ് ലൈനെ കേസ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവളുടെ നോട്ട്ബുക്കിലാണ് അവൾ എഴുതി വെച്ചത്, എന്നെ ഇനി അങ്ങനെ തല്ലല്ലേ, എന്നെ ഇനി ഇങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ എനിക്ക് വേദനിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതെനിക്കൊന്ന് വീട്ടിലെ ഫ്രിഡ്ജിനോടോ മറ്റോ സംസാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു കുഞ്ഞിൻ്റെ കോൺവെർസേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സിസ്റ്റം നമ്മളുടെ സ്റ്റേറ്റ് ഇന്ന് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. പണ്ടെന്ന് പറയുമ്പം നമ്മളുടെ ഫാമിലി കുറച്ചുകൂടെ സെക്യൂർ ആയിരുന്നു. എല്ലാം എന്താ പറയുന്നത്, ഇപ്പം ഒരു സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ ഒരു അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ എന്താ പറയുന്നത് വേറെ ഉള്ള അങ്ങനത്തുള്ള ഇൻവോൾവ്മെൻറ്റുകൾ കുറവായിരുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൻ്റെയും റീമാരേജുകളുടെയും ഡിവോഴ്സുകളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ് കുറച്ചുകൂടി ഇതിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ അവിടെ ഓരോ കുട്ടികൾക്കും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അവർ കൃത്യമായി കുഞ്ഞിൻ്റെ സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കറക്റ്റാണോ എന്നുള്ളത് അവർക്കൊരു മന്ത്ലി ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ചെക്കപ്പ്, ആനുവലി ചെക്കപ്പ് എല്ലാം ഉണ്ട്. സ്കൂളിൽ കൗൺസിലേഴ്സ് ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡുള്ളവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ വീടിനകത്തുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്ത് അറിയുകയും. ഇപ്പോൾ വെസ്റ്റേണിലൊക്കെ പോയിട്ടുള്ള നമ്മുടെ മലയാളി പേരൻസ് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. അവർക്ക് കിട്ടിയ പേരൻറ്റിങ്ങിനനുസരിച്ച് കുട്ടിയോട് ത്രോപ്പ് നടത്താൻ പറ്റത്തില്ല, അവർക്ക് കിട്ടിയ പേരൻറ്റിങ്ങിനനുസരിച്ച് കുട്ടിയെ അടിക്കാൻ പറ്റത്തില്ല. കുട്ടിയെ ഒന്ന് ജസ്റ്റ് ഉറക്കെ വിളിച്ച് വടി ഇങ്ങനെ കാണിച്ചതിന് അമ്മയുടെ ജോലി 5 വർഷം പോയ കേസ് എനിക്കുണ്ട്. 5 വർഷമാണ് അമ്മയുടെ ജോലി പോയത്. പിന്നെ കുട്ടി തന്നെ കോർട്ടിൽ ചെന്ന് പറഞ്ഞു അത് ആ സമയത്തൊരു മൊമെൻറ്റിൽ മാത്രമാണ്, അല്ലാതെ എനിക്ക് ലോങ് ടേം അങ്ങനത്തുള്ള ഹറാസ്മെൻറ്റ്സ് ഇല്ല എന്ന് കുട്ടി തന്നെ പറഞ്ഞത് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് തിരിച്ച് ജോലി കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റം നമുക്കും ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിനുള്ള ഒരു വഴി. 2, നമ്മൾക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു ഓപ്പൺനെസ് കുടുംബത്തിനകത്ത് വേണം. സെക്സ് എന്താണെന്ന് സംസാരിക്കാൻ ഒരു UKG-കാരൻ അമ്മയോടും അച്ഛനോടും ഒക്കെ വന്ന് ചോദിക്കുന്നു സെക്സ് എന്താണെന്ന്. അവരെല്ലാം ഈ കുട്ടിയെ വല്ലാതങ്ങ് അമർഷത്തോടു കൂടി ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു. ചേച്ചി 16 വയസ്സുള്ള ചേച്ചിയോട് ചോദിക്കുന്നു സെക്സ് എന്താണെന്ന്. അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കരുതെന്നുള്ള രീതിയിൽ അവന് ഒത്തിരി എന്താ പറയുന്നത് അവനെ അഡ്വൈസ് ചെയ്യുകയാണ്. അവസാനം ഊണുമേശയിൽ വന്നിരിക്കുമ്പോഴാണ് അവനൊരു ഫോം കാണിച്ചിട്ട് പറയുന്നത്, ഇതിനകത്തെ ഈ സെക്സ് ഇതെന്താണ്, ജെൻഡർ എന്താണെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ വല്ലാതെ സപ്രസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു കൾച്ചർ മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ ഓപ്പണായിട്ട് നമ്മളുടെ ചുറ്റുപാടിൽ സംസാരിക്കുക, കുടുംബത്തിനകത്ത് സംസാരിക്കുക, കൃത്യമായി ഇക്ലിപ്പെടുത്തുന്ന വികാരങ്ങളില്ലാതെ കൃത്യമായിട്ട് അത് ഇമോഷൻലെസ്സായിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാനുള്ള ഒരു സേഫ് സ്പേസ് നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ പബ്ലിക്കിലും ഉണ്ടാവണം. ആ ഒരു സേഫ് സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ റേപ്പ് വിക്ടിംസ് എല്ലാം ഇന്ന പെൺകുട്ടി എന്ന് ഇപ്പോഴും ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ കണ്ടീഷനിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് മാറണം. അത് പക്ഷേ ഇപ്പം പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇപ്പോൾ മോണിക്ക ലെവിൻസ്കി തന്നെ അവരൊരു പുസ്തകം തന്നെ എഴുതി പബ്ലിഷ് ചെയ്തു, അവരുടെ ജീവിതത്തെ ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ ആസ്പദമാക്കി. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരുടെ കടന്നുപോയിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങളെ ആസ്പദമാക്കി പൊതുമധ്യത്തിൽ വരികയും അവരൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുകയും വരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ പെൺകുട്ടികൾക്കൊന്നും അതിന് സാധിക്കുന്നില്ല. അവരിപ്പോഴും ഈ ഇന്ന പെൺകുട്ടി എന്നുള്ള ടാഗിൽ തന്നെ നമ്മുടെ സമൂഹം ഇപ്പോഴും കുറേയൊക്കെ മെയിൽ ഡോമിനേറ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ചിത്രം തന്നെയാണത് കാണിക്കുന്നത്. നമ്മളുടെ ഇവിടെയും ഇന്ത്യയിലും ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, മീ ടു എന്ന് പറയുന്നത്. ആ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, എവിടെയാണിപ്പോൾ? അതിനകത്തൂടെ മീ ടു എന്ന് പറയുമ്പം എന്നെ ആരാണ് ഇതിലേക്ക് എത്തിച്ചത്
എന്നുള്ള ഒരു ചോദ്യം വരികയും അവരെ അന്വേഷിച്ച് പോവുകയും ചെയ്യുന്നതും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ സാമൂഹികപരമായിട്ട് കുറച്ച് ഇതിലേക്ക് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരെ താറടിക്കാനും അവരെ അങ്ങ് എത്രയും വേഗം മീൻസ് അവർക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്, അവരുടെ കുടുംബത്തെ കൂടെ അവരിപ്പോൾ ഇന്ന് കുടുംബസ്ഥനായിരിക്കും അല്ലെങ്കിൽ അവർക്ക് കുടുംബസ്ഥയായിരിക്കും, അവർക്ക് മക്കൾ, അതിനെപ്പോലും വലിച്ചു കീറുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ എന്താ പറയുന്നത്, നമ്മൾ പറയുമല്ലോ ഒരു കാട്ടുനീതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളല്ലാതെ റിയലായിട്ട് ഈ വിഷയങ്ങളെ ആരോഗ്യപരമായിട്ട് ചർച്ച ചെയ്യുകയും ആരോഗ്യപരമായിട്ട് നേരിടാനും ഇന്നും നമ്മളുടെ ചുറ്റുപാടുകൾ തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളാണത്. ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിലിപ്പം ഡ്രഗ് എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഈ റേപ്പ് വിക്ടിംസിന് ഒരു റീഹാബ് ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്തരം റീഹാബ് ഫെസിലിറ്റീസ് ഇപ്പോൾ ഇവിടെ സ്ത്രീകൾക്കായിട്ടുള്ള ഷെൽട്ടറിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റിയ ഒരു റീഹാബ് ഫെസിലിറ്റീസ് അതിനൊരു അനിവാര്യത അത് വളരെ കൂടിക്കൊണ്ട് വരിക, വളരെ വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് റീഹാബ് അല്ലെങ്കിൽ നമുക്ക് പ്രോജക്റ്റുകളുണ്ട്, നിർഭയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ പ്രൊജക്റ്റുകളിലൂടെ ഇപ്പം എനിക്ക് അതിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സിനെ അറിയാം, അതിൽ വർക്ക് ചെയ്യുന്ന കൗൺസിലേഴ്സിനെ അറിയാം, അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു റീഹാബ് എന്ന മോഡിലേക്ക് പോകുന്നില്ല. ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു ഷെൽട്ടർ ഹോം അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട് എന്നൊക്കെ ഉള്ളൊരു രീതിയിലേ കാര്യങ്ങൾ പോകുന്നുള്ളൂ. അവർക്കൊരു കണ്ടിന്യൂസ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം കെയർ, അവർക്കൊരു ഫോളോ അപ്പ് പോസിബിലിറ്റി, അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ്, അവർക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ പറയാൻ, യെസ് ഐ ആം ദ സർവൈവർ എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ച് കൊടുക്കണം. അത് സൃഷ്ടിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മളിതിനെ പബ്ലിക്കായിട്ട് ഒരു റീഹാബ് രീതിയിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. റീഹാബ് എന്ന് പറയുമ്പോൾ അത് അവരെ ശരിക്കും ഒരു എന്താ പറയുന്നത്, പൂർണ്ണമായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് അവരുടെ എല്ലാ സിറ്റുവേഷൻസിനെയും, ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു നല്ല മനുഷ്യനാക്കി, ഇൻ ദ സെൻസ് അവർക്ക് എല്ലാ എൻജോയ്മെൻറ്റ്സുമുള്ള ഒരു നോർമൽ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് വളരെ എസെൻഷ്യലായിട്ട് വേണ്ടുന്നതും, അതൊരു സ്ട്രക്ചറുണ്ട്, അതിനൊരു സിസ്റ്റമുണ്ട്. കേവലം ഒരു പ്രൊജക്റ്റ് മാത്രമല്ല, അതിനകത്ത് ഒരു മൾട്ടി ഡയമെൻഷണൽ ടീം അപ്രോച്ചുണ്ട്, അതിനകത്തൂടെ പോകേണ്ടുന്ന പ്രോസസ്സുണ്ട്, അതിനകത്ത് കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാരും റേപ്പിന് വിക്റ്റിമാവുന്നുണ്ട്. പക്ഷെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇമോഷണൽ സ്ട്രെങ്ത് വ്യത്യസ്തമായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ റേപ്പിന് വിക്റ്റിമാവുന്ന പുരുഷനും സ്ത്രീയും അവരേത് രീതിയിലുള്ള അതിനോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? ഇമോഷണൽ സ്ട്രെങ്ത്, ഇമോഷണൽ റെസീലിയൻസ് പറയുന്നത് പുരുഷൻ സ്ത്രീ എന്ന് മാത്രമല്ല, അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലെ എല്ലാവർക്കും അത് സ്ത്രീ പുരുഷന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രതികരണങ്ങൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണാലിറ്റി, ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഇമോഷണൽ കോഷ്യൻറ്റ്, സ്റ്റേറ്റസ് എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ ഇങ്ങനെ പ്രതികരിക്കും, പുരുഷൻ ഇങ്ങനെ പ്രതികരിക്കും. സ്ത്രീയെക്കാളും അഫക്റ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരെ ധാരാളം കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ ജെൻഡർ വെച്ചിട്ട് നമുക്കതിനെ, പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുരുഷന് കുറച്ചുകൂടെ നമ്മളുടെ സാമൂഹ്യ രീതിയിൽ പുരുഷന് കുറച്ചും കൂടെ കയറി വരാനായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ചുറ്റുപാടുകളുണ്ട്. പക്ഷെ നമുക്കിന്ന് ഇപ്പോഴും സ്ത്രീകൾക്ക് ആ ചുറ്റുപാടുകളിൽ വളരെ ഒരു എന്താ പറയുന്നത് കൊച്ചുവിലങ്ങുകൾ ഉണ്ട്. അത് മാറിക്കിട്ടി ഇത് കുറച്ചുകൂടെ അവർക്ക് എന്താ പറയുക ധൈര്യമായിട്ട് പബ്ലിക്കാക്കാനും, ഒരു കുഞ്ഞിന് തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ടായി. എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ മാമിനോടാണ് ആദ്യമായിട്ട് പറയുന്നത്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സിബ്ലിങ്സുണ്ട്, ഇപ്പോൾ പാർട്ട്ണറുണ്ട്, മാമിനോടാണ് ഞാൻ ആദ്യമായി. കാരണം ഇപ്പോൾ മാമിനോട് എന്തിനാണ് പറയുന്നത്, ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് സംശയ നിവാരണത്തിനും അല്ലെങ്കിൽ എനിക്കൊരു പൂർണ്ണമായിട്ടുള്ള ഹീലിംഗ് വേണം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴെങ്കിലും ഓപ്പൺ അപ്പായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഇമോഷണൽ റെസീലിയൻസ് ആണ് ഇതിന് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം.
സ്ത്രീ പുരുഷൻ എന്നുള്ളതിനേക്കാളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ കണ്ടീഷനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സമൂഹം എങ്ങനെയാണ് കാണുന്നത്, കാരണം ഒരു സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് പല കാര്യങ്ങളുടെയും വിധി തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, ഞാൻ വയനാട്ടിൽ ഒരു ഫീൽഡ് വർക്കിന് വേണ്ടി പോയപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ സ്റ്റാഫ് പറഞ്ഞതാണ്. അവരുടെ ഇടയിലൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയെന്നിരിക്കട്ടെ, അവർ പിന്നെന്താ പറയുന്നത്, അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിനേക്കാളും ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന സപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. അല്ല, നീ എന്തിനങ്ങനെ ചെയ്തു പോയി, നീ അങ്ങനെ പോയില്ലേ എന്നൊന്നും പറയല്ല, അവളെ കുറ്റക്കാരനാക്കുകയല്ല. അപ്പോൾ അവൾ പറയുന്നു, നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഇന്ന ആളാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ അവനെ പോയി ശിക്ഷിക്കുകയല്ല, കാര്യങ്ങൾ പറയും, അവൻ എന്തെങ്കിലും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യട്ടെ. പിന്നെ എല്ലാവരും പറയും എന്താണ് അമ്പൂട്ടാൻ്റെ മോൻ. പെൺകുട്ടി പറഞ്ഞ ആളുടെ പേര് മതി, അവർക്കിനി ആ പേര് പോലും ആവശ്യമില്ല. അവളെ ഒരു തരത്തിലും അവിടെ ഒറ്റപ്പെടുത്തുന്നില്ല. ആ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അവൾക്കൊരു പിന്നെ നീഡാണ്, ശാരീരിക ആവശ്യത്തിൻ്റെ നീഡോ, എങ്ങനെ അത് പ്രഗ്നൻ്റായി കുറ്റപ്പെടുത്തുകയല്ല, വിക്ടിമൈസ് ചെയ്യുകയല്ല, കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യേണ്ടത്. മാമിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ മാമിനെ ഒരുപാട് ഇമോഷണലി എഫക്റ്റ് ചെയ്ത ഒരു കേസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളെപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രൊഫഷനിലിരിക്കുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായി പ്രൊഫഷണൽ സെൽഫും പേഴ്സണൽ സെൽഫും നമ്മൾ സെൽഫ് വേർതിരിച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. പക്ഷെ എന്നാലും ചില വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കേസുകളൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഒക്കെ അങ്ങനെ അനുഭവിക്കപ്പെട്ടു, അതും അതൊരു ഇൻ്റർകോഴ്സിൻ്റെ ലെവലിൽ വരെ, ഒരു പെനിട്രേഷൻ്റെ ലെവലിൽ വരെയൊക്കെ പോയെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയിൽ. ഇപ്പോൾ അടുത്തിടെ ഒരു കേസ് വന്ന പെൺകുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഷീസ് ഗ്രോൺ അപ്പ് നൗ. എങ്ങനെയാണ് പറഞ്ഞത്, 4 വയസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവൾക്ക് ശരിക്കും അതിൻ്റെ ഓർമ്മ, ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മയുണ്ട്, വയസ്സ് പോലും അവൾക്ക് പറയത്തക്ക രീതിയിലുള്ള ഓർമ്മ വരുന്നില്ല. അച്ഛനും അമ്മയും അവളും കൂടെയാണ് കിടക്കുന്നത്. അച്ഛൻ സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ്. മദ്യപിച്ചിട്ട് വന്നൊരു ദിവസം അച്ഛൻ അവളെ ശാരീരികമായിട്ട് അസോൾട്ട് ചെയ്തു. ഡീപ്പ് സ്ലീപ്പിൽ അത് പെനിട്രേഷൻ വരെ പോയി. 4 വയസ്സുകാരിക്ക് പെനിട്രേഷൻ വരെ പോയി എന്നുള്ളത് അവൾ ഭയങ്കര ഗദ്ഗതത്തോടു കൂടി ഹോണ്ട് ചെയ്യുകയാണ്. എല്ലാ രാത്രികളിലും സ്വപ്നമായി വരികയാണ്. പക്ഷെ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ ഒരിക്കലും ഇത് അറിയരുതെന്നുള്ളതാണ് അവൾ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം. അമ്മ ഇതറിയരുത്. അമ്മ ഇതറിയാതെ മരണപ്പെട്ടു. അല്ല, അതെങ്ങനെയാണ് സോൾവ് ചെയ്തത്? തീർച്ചയായിട്ടും തെറാപ്പിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നൈറ്റ് മേയേഴ്സായിട്ട് എപ്പോഴും അത് ഹോണ്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡുമായിട്ടുള്ള സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്രോക്കണാണ്. സൈക്കോസൊമാറ്റിക് ഇൽനെസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള ബാക്ക് ഏക്ക്, ബാക്ക് പെയിന്, പ്രത്യേകിച്ച് സെക്ഷുവൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പെയിൻ. എന്നാൽ കിട്ടിയിരിക്കുന്ന ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ്, വളരെ ജെനുവിനായിട്ടുള്ള, അതുകൊണ്ടാണ് തെറാപ്പിയിലേക്കൊക്കെ വന്നത്. ഹീ മോട്ടിവേറ്റ്സ് ഹർ ആൻഡ് ഷീ കെയിം ഫോർ ദ തെറാപ്പി. ഇതുവരെ അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, ആളോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ആൾ പറഞ്ഞു, നിനക്ക് എന്തോ നല്ല പ്രശ്നമുണ്ട്. ആൾക്ക് മനസ്സിലായി ഇതൊരു ഫിസിക്കൽ പെയിൻ മാത്രമല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഇപ്പോഴും പറയുന്നു, പാർട്ട്ണർ അറിയരുത്. ഏതായാലും ഡോക്ടർ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും, അതായത് എനിക്കൊന്ന് സൊസൈറ്റിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവേണ്ടത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഈ വിക്ടിമാരാണ് അല്ലെങ്കിൽ പിന്നെ കുറ്റക്കാരാരാണെന്നുള്ള ഇതിനേക്കാളും അന്വേഷണങ്ങളെക്കാളും ഇവരുടെ ഒരു റീഹാബ് എങ്ങനെ വരുന്നു, അവരെ സൈക്കോളജിക്കലി നമ്മൾ മെൻ്റലി എത്രത്തോളം സമൂഹമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരെ വെറും ഒരു വാർത്താ എന്താ പറയുന്നത്, അങ്ങനെ തന്നെ പറയാം, ഒരു ടൂളായിട്ട് ഉപയോഗിക്കുക മാത്രമാണോ ചെയ്യുന്നത്? അന്തിച്ചർച്ചകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു കോണ്ടൻ്റാക്കി മാത്രം മാറ്റുകയാണോ? അതോ ഇവരുടെ ഒരു റിയൽ റീഹാബിന് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നാളെ സമൂഹത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ആസ് എ സ്റ്റേറ്റ്, ആസ് എ ഗ്രൂപ്പ്, ആസ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? ഇത് വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അതിനുള്ള ആക്ഷൻസ് എടുക്കുകയും വേണ്ടുന്നതാണ് ആവശ്യം. അല്ലാതെ ഇവിടെ വിക്ടിമായപ്പെട്ട ആളുടെ പേരോ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ആൾ ശിക്ഷിക്കപ്പെടേണ്ട,
എന്നുള്ളതല്ല, അതല്ല നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഇതെങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം, അതിന് എന്തൊക്കെയാണ് കാതലായ കാരണങ്ങൾ, ആ കാതലായ കാരണങ്ങൾ കണ്ടെത്തി അടുത്ത ജനറേഷനെയെങ്കിലും ഇതിൽ നിന്ന് വിമുക്തമാക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ വെറും വിക്റ്റിമായിട്ടിരിക്കാതെ സർവൈവറായിട്ട് മുന്നോട്ട് വന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു വലിയ എഫർട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു.